100 ഡേയ്സ് ഓഫ് വെയ്റ്റ് ഗെയിൻ ചലഞ്ചിൻ്റെ 4ാം ദിവസം. ഇന്നും ഞാൻ ഒറ്റയ്ക്കാണ് ജിമ്മിലേക്ക് പോണത്. ചേട്ടൻ ഇന്നുമില്ല, ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഒട്ടും മടി കാണിക്കാണ്ട് ഞാൻ ഇറങ്ങി. ജിമ്മിലൊക്കെ പോണവർക്ക് അറിയാൻ പറ്റും, കൂടെയുള്ള ആൾ ഇന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര മടിയായിരിക്കും. പക്ഷേ ചലഞ്ച് മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ മടിയൊക്കെ എടുത്ത് മൂലക്കേട്ട് മാറ്റി വെച്ചു. ജിമ്മിലെത്തി വാമപ്പൊക്കെ തുടങ്ങി. അപ്പോൾ ആശാനോട് ഇന്ന് വർക്കൗട്ട് ഏതാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആശാൻ പറഞ്ഞത് ഡെൽറ്റ് ഷോൾഡർ ചെയ്യാനായിട്ടാണ്. പിന്നെ ആശാൻ്റെ അടുത്ത് ഞാൻ പ്രോട്ടീൻ പൗഡർ ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ശനിയാഴ്ചത്തേന് കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ തിങ്കളാഴ്ച മുതൽ ഞാൻ പ്രോട്ടീൻ പൗഡറും കൂടി എൻ്റെ ഭക്ഷണത്തിൻ്റെ ഒപ്പം ഉൾപ്പെടുത്തുന്നുണ്ട്. വെയ്റ്റ് ഗെയിനിന് വേണ്ടിയിട്ടുള്ള ബാക്കി കുറച്ച് ഫുഡ് പ്രോഡക്റ്റ്സൊക്കെ പുറത്തുനിന്ന് മേടിക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഈ ശനിയാഴ്ചയൊക്കെ മേടിക്കണം. തിങ്കളാഴ്ച മുതൽ അത്യാവശ്യം നല്ലോണം ഫുഡടി കൂട്ടാനാണ് എൻ്റെ തീരുമാനം. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും പ്രോട്ടീൻ പൗഡറും പീനട്ട് ബട്ടറും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ശരീരത്തിന് വ്യത്യാസം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വർക്കൗട്ട് തുടങ്ങി. ഇന്നിപ്പോൾ വീഡിയോ എടുത്ത് തരാനായിട്ട് ആരുമില്ല. അപ്പോൾ ഞാൻ തന്നെയാണ് മൊബൈലൊക്കെ സെറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്തത്. പുറത്തുനിന്ന് മേടിച്ച ഫുഡ് ഐറ്റത്തിൻ്റെ ചിലവുകളൊക്കെ ഞാൻ നോട്ടായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. വീക്കിലി ഞായറാഴ്ച എല്ലാത്തിനെയും കണക്കെടുക്കാമെന്ന് വിചാരിക്കണം. പിന്നെ ശനിയാഴ്ച വെയിറ്റിന് എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ എന്തായാലും കൂടുന്നു തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഇത്രയും കറക്റ്റായിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. 4 നേരം മുടങ്ങാണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ കഴിച്ചിരുന്നു. ചലഞ്ചിന് മുമ്പ് കൃത്യമായിട്ടുള്ള ഭക്ഷണമൊന്നും ഞാൻ കഴിക്കില്ലായിരുന്നു. അതിൻ്റെ കുറവ് എൻ്റെ ശരീരത്തിൽ ശരിക്കും ഉണ്ടായിരുന്നു. എന്തായാലും വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ അറിയാം എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നുള്ളത്. 100 ഡേയ്സ് ഓഫ് ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് ലൈഫിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു. കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുക, കൃത്യമായിട്ട് വെള്ളം കുടിക്കുക, ഇതൊക്കെ പ്രോപ്പറായിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചലഞ്ചിൻ്റെ റിസൾട്ട് പോസിറ്റീവായിരിക്കും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞു. ജിമ്മിലെ മിററിനോട് ഇഷ്ടം കൂടുതലായതുകൊണ്ട് കുറച്ച് പോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ ജിമ്മിൽ നിന്ന് ഇറങ്ങി. ശരീരം ഒന്ന് സെറ്റായിട്ട് വരുവാണെങ്കിൽ കുറച്ച് പോസും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. പക്ഷേ ഇപ്പോൾ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് വെയ്റ്റ് ഗെയിനിലാണ്. ഇന്നത്തെ ഭക്ഷണം രാവിലെ ഇടിയപ്പം, കടല, മുട്ട. ഉച്ചയ്ക്ക് ചോറ്, മോര്, ബീറ്റ്റൂട്ട്, മീൻ. വൈകിട്ട് ചിക്കൻ സാൻഡ്വിച്ച്, പിന്നെ 2 ബോയിൽഡ് എഗ്ഗ്. രാത്രിയിലെ ഫുഡ് ഓട്സ് കഴിച്ചു, പിന്നെ ഒരു ആപ്പിളും കഴിച്ചു. ഡേ 4 കംപ്ലീറ്റഡ്. ഇനി ഡേ 5.